മുരിങ്ങയിലയും മുരിങ്ങയുടെ പൂവും മുട്ടയും കൂടി ഒരു തോരൻ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയില പൂവ് പൊട്ടിക്കാൻ പോകുന്നു. മുരിങ്ങയിലയും പൂവും തോരൻ വെക്കാനുള്ള മുരിങ്ങയില ഞാൻ പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പൂവും അതിലേക്ക് വേണ്ട ചേരുവകൾ 2 മുട്ട, നാളികേരം, ഉള്ളി, കുരുമുളക്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ. ഇതിലേക്ക് ചേർക്കേണ്ട തേങ്ങ, ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ലേശം ഉപ്പും ഇതിലിടുന്നുണ്ട്. തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഉപ്പും ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഉടച്ചൊഴിച്ചതിലേക്ക് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ലേശം മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ് നമ്മൾ കുറച്ച് ഇതിലിട്ടിട്ടുണ്ട്. ഇതിലേക്കും കുറച്ചുപ്പ്, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി അടിച്ച് ഇത് മിക്സ് ചെയ്യാം. മുട്ട ചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കലക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. നന്നായി ചിക്കി എടുത്തിട്ട് ചെറിയതാക്കി നമ്മളിങ്ങനെ കൊത്തി അടർത്തിയിട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് മുരിങ്ങയില വേവിച്ചെടുക്കാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. പാന് ഓൾറെഡി ചൂടിലാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയിലയും പൂവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മുരിങ്ങയിലയും പൂവും നന്നായി വെന്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചിക്കി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം.